എടാ ഞാനേ പെടുക്കാൻ പോണവൻ നീറ്റായിരുന്നു. അവൻ എന്തെങ്കിലും പറഞ്ഞാ ഇപ്പം? എടാ നിന്റെ കൂട്ടുകാരന്മാര് നിന്റെ കൂട്ടുകാരന്മാരുണ്ടല്ലോ എടാ, പറയാതിരിക്കാൻ വയ്യടാ. അമ്മര് വെറും മൊണ്ണാളാ. അതിന്റെ സെയിൽസ് കൊണ്ടാത്തിരുന്ന് കുണക്കുക എന്നൊക്കെ പറയുന്നത് ഇതുപോലത്തെ മനസ്സിലായി നട്ടില്ലാത്തമാര് വേറെ ഇല്ല സിറ്റിയില്. ഇവന്മാർക്ക് അറ്റ്ലീസ്റ്റ് നിന്റെയൊക്കെ ഗ്യാങ് ഹുഡി ഓർഡറാ, അല്ലെങ്കിൽ ഗ്യാങ് ഡ്രസ് എന്ത് ചെയ്യേ? എന്താടാ എടാ അതാണ് പറയാ നിന്റെ ഇഷ്ടം. പക്ഷെ നീയേ ആണുങ്ങളടുത്ത് വള്ളി എടുക്കുമ്പോഴത്തേക്ക് മിനിമം അത് ഇട്ടേക്കണം. മനസ്സിലായില്ലേ? മനസ്സിലായടാ? എന്താ നിന്റെ കൂട്ടുകാരനും നിന്റെ കൂട്ടുകാരെ മൊണ്ണേശ്വരന്മാരെ ഇങ്ങോട്ട് വിളി. ആ വിളി. നീ എന്തിനു ഓടണം? ഇവൻ ആരവൻ? ഞാൻ ഓൾറെഡി മൈക്കിന്റെ അടുത്ത് പറഞ്ഞതാണ്, ഒരിക്കൽ അനൗൺസ്മെന്റ് വിട്ടു. ഇനി മൈക്ക് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ബുദ്ധിമുട്ടാവും. എത്ര ടൈം ബ്രോ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അത്രയും ടൈം അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം മാത്രമേ നമ്മൾ ടൈം സെറ്റ് ആക്കത്തുള്ളൂ. ഓക്കെ? റേഡിയോ സംസാരിക്കട്ടെ. ഇല്ല കോച്ച് വെയിറ്റ് അവൻ റെഡി പറയുന്നുണ്ടോ? അവന്മാർക്ക് കാര്യം മനസ്സിലാവും. മൈനെ വന്ന് കൊറേ ചേട്ടന്മാര് തൂക്കിന്ന് പറ അവന്റെ അടുത്ത്. അത് ചന്ദ്ര കോമഡി അറിയോ? ആ വെടി വെച്ച് തുടങ്ങി ഇയാള് ചത്തായോ അറിഞ്ഞില്ല. ഇയാൾ അവിടെ കാറിട്ടിട്ട് അവൻ ഓടി തേത്തോണി കയറി. എന്നിട്ട് അതിനകത്തുനിന്ന് എന്നിട്ട് തേത്തോണി കയറിട്ട് ഗ്യാങ് കൈവെക്കേ. എടാ ഒരു നിന്റെ കൂടുതലുള്ളവരുടെ നീ കാര്യം പറഞ്ഞാ ഗ്യാങ്ങിന്ന് ഇറങ്ങിക്കാന്നാ? ഓ ഇവിടെ രണ്ടില്ലേ ചായ എടുക്ക വിരുന്ന് വിളിക്കാന്ന്. മാന്യം കളി ഇറക്കല്ലേ നീ ഇവിടെ? കണ്ണ് മണ്ണെടുത്ത് കൊണക്കുന്നല്ല ഇവിടെ വന്ന് കൊണക്കല്ലേ ഇതുപോലെ വന്ന് നിക്കേ. കൈ പൊക്ക നിന്നെ തപ്പണം നമുക്ക്. അടിക്കല്ലേ കൊല്ലല്ലേ. ആ കൈപൊക്ക് അതെ മച്ചേനെ മറന്നുപോയി. ടെൻഷൻ അടിച്ച് മറന്നുപോയി എങ്ങനെയാണ് കൈപൊക്കണേന്ന്. ഏഴി ഇതാ മയിൽ വാഹനം വന്ന്. എടാ എല്ലാ വണ്ടിയും കൂടി കൊണ്ടുവരലടാ. ഇതാവോടാ ഈ ഹൈനെല്ലാം സേവ് ആക്കിയടാ. ഈ ഹൈനെല്ലാം സേവ് ആക്കിയേ. എടാ ഈ ഹൈനെല്ലാം സേവ് ആക്കിയേ. എടാ അവ എവിടാ നിന്റെ അടുത്ത് പറഞ്ഞ നിന്നെ വേണ്ട നിന്റെ കുടുംബത്തിലുള്ള ഇറങ്ങി പോടാ ഗ്യാങ്ങിന്ന്. വെയിറ്റ് ഇങ്ങനെയാണോ ഒരാളടുത്ത് സംസാരിക്കണേ? അവൻ ഏത് ഗ്യാങ്ങിൽ പോണ അവല്ല തീരുമാനിക്കണ്ടേ? മച്ചാനെ പറയാതിരിക്കാൻ വയ്യ. വേറെ ഗ്യാങ്ങിക്കാറേ പറ്റത്തുള്ളൂ കേട്ടോ. ഇത് ഇങ്ങനെയൊക്കെയാണ്. നിന്റെ മിനിമം നിന്റെ കൂടുതൽ ആളെങ്കിലും വരുവോ? ഞാൻ കാര്യം ചോദിച്ചോട്ടെ, നിന്റെ കൂടെ കൊണച്ച എന്തോ പറഞ്ഞല്ലേ? നിന്റെ ഒക്കെ അണ്ണന്മാര് വന്ന് എന്തോ ചെയ്യുന്നു എന്തോ പറഞ്ഞല്ലോ. ഇപ്പൊ കണ്ടില്ല അവസ്ഥ. ചോദിക്കാൻ നിന്റെ കൂട്ടത്തിൽ നിന്ന് വരെ ആരുമില്ല. മനസ്സിലായ? അതാണ് നിന്റെ ഒക്കെ പിടിപ്പേട്. പേരിന്റെ അറ്റത്ത് 2 അക്ഷരം ഇട്ടാ പോരാ. ഗ്യാങ് ആവാൻ പഠിക്കണം. മനസ്സിലായ? അല്ല ആണെന്ന് പറഞ്ഞ വീസ വെച്ച് മാസ്ക് വെച്ച് നടന്നത് എങ്ങനെ ആണാവും? പൈസ മാസ്ക് ഉണ്ട്. ചന്ദ്രു ഇവനെ കൊണ്ട് എയർ ഡ്രോപ്പ് എടുക്കാൻ പറ്റില്ല. അവന് സ്വമേധ എടുത്ത് തരാം. എടാ
ഞാനൊരു കാര്യം പേട്ടെ ഒരു ഇവിടെ സ്വമേധയായിട്ട് നിന്റെ ഗെയർ ഒന്നില്ല നിന്നെ കൊന്നോളാം തോളാ ചന്ദ്ര വേണ്ട ചന്ദ്ര നിലത്തിറ നിന്റെ തോക്ക് നിലത്തിറ സോമാനായിട്ട് ഡ്രോപ്പ് ചെയ്യടാ സ്വമേധയായിട്ട് ഡ്രോപ്പ് ചെയ്യണം നമ്മൾ എടുക്കൂല സ്വമേധയായിട്ട് ഡ്രോപ്പ് ചെയ്യടാ ഒന്നുകൂടി സെർച്ച് ചെയ്യണം കൈ പൊക്കണം ഇല്ല നീക്ക വേണ്ട നീക്ക വെയിറ്റ് കൈ പൊക്ക് എന്നിട്ട് സ്വമേധയായിട്ട് നിന്റെ ആ ഗണ്ണൊന്ന് ഡ്രോപ്പ് ചെയ്താണ് സ്വമേധയായിട്ട് അവൻ ചെയ്യില്ലല്ലേ നീ സ്വമേധ ഡ്രോപ്പ് ചെയ്യോ ചന്ദ്ര ഹലോ ചന്ദ്ര കേൾക്കാം ഞാൻ പറ ഇവ ഹോസ്റ്റേജ് ആണെന്ന് പറഞ്ഞ് ഇത് ഇടാൻ പറഞ്ഞത് ഇട്ടല്ല ഇട്ട് പഴം എന്റെ പഴം HF-ന്റെ വാർ ബാൻഡർ നമ്മൾ കണ്ട് HF-ന്റെ വാർ ബാൻഡർ ഉണ്ടായിരുന്നാ കൊള്ളാലോടാ ഇത് വിൻസെന്റ് ആര് എടാ പഴയ വിൻസെന്റ് തോമസ് ആണോ എടാ വിൻസെന്റ് ആരാണ് നിന്റെ മെമ്പറാണ് ലീഡറാ നിങ്ങളെ ലീഡർ ആരാണ് ഇപ്പൊ HF-ന്റെ അഭിയണ്ണനാണാ കോഹ്ലിയുടെ ആരൊക്കെയാണ് ആ നിനക്ക് ഒരു സെക്കൻഡ് എടാ റേഡിയോയിൽ കണക്ട് ചെയ്തിട്ട് 50 റേഡിയോ കണക്ട് നില്ല നീ ഇവിടെ തന്നെ നില്ല നമ്മൾ സംസാരിക്കട്ടെ നിന്റെ കൂടുതലുള്ളവർക്ക് എത്രത്തോളം നിന്റെ ലൈഫിൽ വാല്യൂ ഉണ്ടോ അല്ലെങ്കിൽ നിന്നെ കൊന്നോളാം ഇവിടെ ഇട്ട് തന്നെ പട്ടിയെ കൊല്ലുന്ന പോലെ പട്ടിയോട് കടിപ്പിച്ചു മറ്റേ 124 വല്ലതും കൊടുത്താമാർക്ക് ഡ്രോപ്പ് ചെയ്തേ ഇവിടെ നിലത്തിട്ടെ എടാ ജുബ്രു എടുത്തെന്താ കുഴപ്പടാ അല്ലടാ അതില്ലടാ അവൻ സ്വമേധയായിട്ട് എടാ ഞാൻ കാര്യം പേട്ടാ അവൻ സ്വമേധയായിട്ട് തരുന്നത് നമ്മൾ എടുക്കുന്ന വ്യത്യാസമുണ്ട് അവൻ സ്വമേധയായിട്ട് എടാ നമ്മൾ അവന്റെ കയ്യിൽ നിന്ന് എടുക്കുന്നില്ലല്ലോ അവൻ താഴെ ഇടുന്നതല്ലേ നമ്മൾ ഗണ്ണേമി പറഞ്ഞിട്ടായിരുന്നു താഴെ ഇടുന്നത് ആ വെയിറ്റ് ഇപ്പൊ പറഞ്ഞു ഡ്യൂറബിലിറ്റി കൂടുതലാണെങ്കിൽ അങ്ങനെയൊക്കെ പറ്റൂടാ അതൊക്കെ വെറുതെ പറയുന്നതാണ് നിനക്കെന്താ സംസാരിച്ച ഒരാളും സംസാരിക്കാൻ കേട്ടില്ലേ സംസാരിക്കാത്ത എന്താ നമ്മള് ചോദിക്കില്ലേ ഹലോ നിങ്ങളാണോടാ അവിടെ നിന്ന് കൊണച്ചത് അവിടെ സേഫ്സ് മറ്റേ അപ്പാർട്ട്മെന്റ് അവിടെ നിന്ന് കൊണച്ചത് നിങ്ങളാണോടാ 16 കണ്ടവനെയൊക്കെ പോയി 16 തന്നെ 16 തന്നെ ഞാൻ കേട്ടൂടാ. ഹലോ കേക്കാവോ മച്ചാനെ? ആ മച്ചാനെ പ്രശ്നമൊക്കെ പറഞ്ഞുതരാം, ഒരു സെക്കൻഡ് പ്രശ്നമൊക്കെ പറഞ്ഞുതരാം. കൂടുതൽ പയ്യ ഇവിടെ നിൽപ്പുണ്ടേ, അപ്പൊ ആ ഒരു രീതിയോടെ സംസാരിക്കാൻ. അതാടാ അത് തന്നെ പറഞ്ഞുതരാം, നീ ഇത്ര മനസ്സിലാക്കിയാൽ അവിടെ നിപ്പുണ്ട്, അതനുസരിച്ചാണ് നീ സംസാരിക്കാൻ, മനസ്സിലായാ? ആ ഓക്കെ, അത്രേ ഉള്ളു. എടാ ഇവനെ കണ്ടേ വെച്ചേ. ആ പ്രശ്നം തന്നെ അവിടെ. എടാ ഓൾറെഡി 50 ഞാൻ പറഞ്ഞു, 50 വെയിറ്റ്, 50 ഞാൻ എടാ ഹോസ്റ്റ് എടുത്ത കാര്യം അവൻ തന്നെ ഓൾറെഡി ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട്. കൊണച്ചതിൽ ഒരാൾ അവനാണെന്ന്. നമ്മളടുത്ത് കൊണച്ച് നമ്മൾ ഹോസ്റ്റ് എടുത്ത്. എന്ത് നിനക്ക് വേറെ എന്തെങ്കിലും പ്രൂഫ് വേണോ നിനക്ക്? അവൻ നമ്മളടുത്ത് തിരിച്ചടിച്ചപ്പോ ഇവൻ വന്നിട്ട് ഞങ്ങളെടുത്ത് പോടാന്ന് പറഞ്ഞ് തിരിച്ചു പോയപ്പോ ഞാൻ എന്നിട്ട് വെച്ച് നീ എന്തോടെ കൊണക്കുന്നേന്ന് അവൻ ചോദിച്ചു. ഞാൻ പറയണ നീ അല്ല ഫസ്റ്റ് പോടാന്ന് പറഞ്ഞേന്. അപ്പോഴത്തേക്ക് പറയുന്ന അവൻ ഞങ്ങൾ തുടങ്ങി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണയായി. എന്നിട്ട് അവൻ എന്റെ അടുത്ത് പറഞ്ഞത് ഇത് സാമാനം ഇല്ലെന്നോ, ഞാനും പറഞ്ഞു നിനക്ക് സാമാനം ഇല്ലെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായിട്ട് ഇവന്മാര് വണ്ടി എടുത്ത് മുറുക്കി നിന്നിട്ട് കൊണയടിച്ചിട്ട് പിന്നെ ഇറങ്ങിപ്പോയിട്ട് പിന്നെ ഞങ്ങൾ എവിടെ വെച്ച് കണ്ടാലും അടിച്ചു എന്നുള്ള രീതിയിൽ അടിച്ചു. നിന്റെ കൂട്ടത്തിൽ നിന്ന് ഹോസ്റ്റേജ് എടുത്തോണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ നിനക്ക് സിറ്റുവേഷൻ അറിയണോ? കൂട്ടത്തിൽ നിന്ന് മറ്റേ കൊണച്ചിട്ട് സേതോണി കയറി ഇരിക്കുന്നതും പോരാ,
ഒന്ന് പോടാ നടക്കാന്ന് ഇത്രേ ഉള്ളൂ വെയിറ്റ് ചെയ്ത് എടാ മച്ചാനെ അതിന്റെ കാര്യം പറഞ്ഞാലടാ എടാ നിന്റെ കൂടുതലും തന്നെ പറഞ്ഞ് അവൻ നിന്ന് കുണച്ചെന്ന് ഒരുത്തൻ നമ്മുടെ അടുത്ത് നിന്ന് കുണച്ചു കഴിഞ്ഞാൽ അവനോട് ഹോസ്റ്റ് എടുക്കുക നമ്മുടെ ഇഷ്ടമാണോ നീ എന്താ മൊണ്ണയാ നീ മനസ്സിലാവില്ല എനിക്ക് പറയണത് എടാ മൊണ്ണ നീ എന്തിനാ നീ നിനക്ക് ലീഡർ ഇല്ലല്ലോടാ അതിന് നിനക്ക് ലീഡർ ഇല്ലല്ലോടാ അതിന് നിനക്ക് ലീഡറെങ്കിലും ഉണ്ടോടാ അറ്റ്ലീസ്റ്റ് പറയാനായിട്ട് പറയാൻ മിനിമം 10 മെമ്പറെങ്കിലും ഉണ്ടോടാ നിനക്ക് ലീഡർ ഉണ്ടോടാ നിനക്ക് ലീഡർ ഉണ്ടാ ലീഡർ ഉണ്ടാടാ നിനക്ക് ഇതിന് ഇറങ്ങിക്കോടാ റേഡിന്ന് മൊണ്ണാവാടാ ഇനി സംസാരിക്കണ്ട ഓടാ കൊഴപ്പില്ലടാ കൂടെ ഒരു ഹോസ്റ്റേജിനെ ഇവിടെ വെച്ചിരിക്കുമ്പോഴേ ഇങ്ങനെ കൊണയ്ക്കാനുള്ള ധൈര്യം ഉണ്ടല്ലോടാ അത് കൊള്ളാടാ മോനെ കേട്ടടാ എടാ ഇറങ്ങി റേഡി കയറാം നീല എടാ നീ റേഡി കയറാം നമ്മുടെ റേഡി കയറാം നമ്മുടെ റേഡി കയറാം എല്ലാരും അല്ല ഇതൊക്കെ കൊള്ളാടാ ഇതൊക്കെ നല്ല പരിപാടി അല്ല ഫിയർ ആർ ഫീലല്ല അവന്മാരുടെ പി ഒ വിയില് നമ്മൾക്ക് ഹോസ്റ്റലുണ്ട് അല്ല അത് ഞാൻ അല്ലല്ല നമ്മുടെ ഹോസ്റ്റലുണ്ട് വാട്ടെവർ നമ്മുടെ ഹോസ്റ്റലുണ്ട് ഇപ്പോഴും നമ്മുടെ ഹോസ്റ്റലുണ്ട് മനസ്സിലായില്ല അത് അങ്ങനെയാണത് അല്ലെങ്കിൽ അവന്മാര് കൊടച്ചേനെ അമ്മക്ക് പുറത്ത് വലിച്ചാൽ അത് പിന്നെ അത് സംസാരിച്ചേ ഇല്ല എടാ അമ്പത്തൂര് അവ എത്ര എന്താ നീ പറയണേ അവ ഇറങ്ങിയാലും അവൻ ഹോസ്റ്റേജ് ആണ് സംസാരിച്ചതിന് അമ്മക്ക് പുറത്ത് നോക്കിയത് ബാക്കി അമ്മമാരടിച്ചല്ല അമ്മര് വെളിയിറങ്ങി ഇവൻ വന്ന ഇവൻ വരുമോ നോക്കട്ടെ അത്യാ ഇല്ലടാ ഇവനോട് വെയിറ്റ് ചെയ്യുന്ന ഞാൻ വരുമോന്ന് എനിക്ക് തോന്നുന്നില്ല എന്താ കേട്ടില്ല ഹെൽപ്പിട്ടിരുന്ന കൂടുതൽ ഇട്ടാണ് അതെ ഒരാൾ ഇവിടുന്ന് ഇതായി പോയി ക്വിറ്റ് അടിച്ചാണോ ലെഫ്റ്റ് എന്നാ കാണിച്ചേ അതെ ഈ ഫിയർ ആർ പി ആണെങ്കിൽ നമ്മൾ പുറത്ത് നോക്കിയാ പോരാ ബാക്കി കാര്യങ്ങള് ഹലോ ആളില്ലേ ഇവിടെ